ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒത്തിരി പേരോട് റിക്വസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഇതിനുമുമ്പ് ഒരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നോട് കോളിഫ്ലവർ മഞ്ചൂരിയൻ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചില്ലി ചിക്കനും അല്ലെങ്കിൽ ചിക്കൻ മഞ്ചൂരിയനൊക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി beena.steffi@gmail.com എന്നാണ്. അതിൽ നിങ്ങൾക്ക് മെയിൽ ഇട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ബീന സ്റ്റെഫി എന്നാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു കോളിഫ്ലവർ ആണ്. ഇനി ഇതൊന്ന് ആദ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങൾ വീണ്ടും നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. നമ്മൾ പൊടിയൊക്കെ മുക്കി വറുത്തെടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വലിയ കഷ്ണമായി പോകും. ഞാനിവിടെ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ വെള്ളം തിളപ്പിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കും കോളിഫ്ലവറിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയും കോളിഫ്ലവർ കുറച്ച് സോഫ്റ്റായും കിട്ടും. ഇപ്പോൾ കോളിഫ്ലവർ വെള്ളത്തിലിട്ടത് 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ വെള്ളമെല്ലാം പോയി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ബൗളിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ചെയ്തിരുന്ന മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മുട്ട ആഡ് ചെയ്യുന്നില്ല. മുട്ട ചേർക്കാത്തതിന് കാരണം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് വെജിറ്റേറിയൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ചിക്കൻ മഞ്ചൂരിയൻ ഒരു നല്ല റെഡ് കളർ കിട്ടും. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ കളർ ചേർക്കാം. ഞാൻ പക്ഷേ ഇതിൽ കളർ ചേർക്കാതെയാണ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. വെള്ളം കൂടുതലായി പോകരുത്. കുറേശ്ശെയായിട്ട് പല പ്രാവശ്യം ഒഴിച്ച് കുറച്ച് കട്ടിയായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. ബാറ്റർ കൂടുതൽ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളിഫ്ലവറിലൊക്കെ മുക്കി വറുക്കുമ്പോഴത്തേക്ക് ശരിക്കും കോട്ടായിട്ട് കിട്ടില്ല. ഇപ്പോൾ ബാറ്ററി കാണുന്ന പോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസും അല്ല കൂടുതൽ തിക്കും അല്ലാത്തൊരു പാകത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഈ പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കലക്കിയെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കോളിഫ്ലവറിൽ പിടിക്കുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഈ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മാവ് കുറവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം ഈ കാണുന്ന പോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് വീതം കൈകൊണ്ട് ഇതുപോലെ പെറുക്കി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഒന്നിലൊന്നും മുട്ടാതെ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ കോളിഫ്ലവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കോളിഫ്ലവർ ഇട്ട് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ കോളിഫ്ലവർ 2 സൈഡ് മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവർ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം കാണുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം.
മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നമ്മൾ ചില്ലി ചിക്കൻ അരിയുന്ന പോലെയല്ല, ഇത് കുറച്ചിട്ട് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവാള വഴറ്റുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ക്യാപ്സിക്കം പച്ചമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് വഴറ്റിയാൽ മതി. കൂടുതൽ സമയമൊക്കെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ കളറെല്ലാം പെട്ടെന്ന് മാറിപ്പോകും. ഇനി നമുക്കിതിലേക്ക് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. സോസുകളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സോസുകളെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ പാകത്തിനുള്ളതെല്ലാം ചേർത്ത് കൊടുക്കണം. മഞ്ചൂരിയൻ നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് വറുത്ത കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ചേർക്കണം. സോസുകൾ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് കലക്കിയെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. നമുക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങും. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറി കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും സോസുകളെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ടൊമാറ്റോ സോസിന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസുകളെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊതിയൂറും ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി റെഡിയായ ഗോബി മഞ്ചൂരിയൻ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തി, പൊറോട്ട, നാൻ, ചിക്കൻ ഫ്രൈഡ് റൈസ്, ഗീ റൈസ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയും ഗീ റൈസിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്